എന്തിരുത്തായിരിക്കണം അമ്മോ? ഉച്ചക്ക് ഭക്ഷണം ഒന്നുമില്ലേ? ഉണ്ടാക്കണം. സത്യം പറയാനൊന്നും മടി പിടിച്ച് തിന്നട്ടോ. സാമ്പാർ വെച്ചാലോ? ഞാൻ മോരുകൂട്ടാൻ കഴിക്കാം. സാമ്പാർ വെച്ചോ? പേരിനകം മുട്ട വാങ്ങിക്കൊടുത്തോ? മണിയണ്ട കടയിന്ന് വേഗം വാങ്ങിട്ടോ. അപ്പൊ ഞാൻ വേഗം കറി വെക്കാണ്ട് നോക്കാം. ഓക്കെ. അപ്പൊ ഷാനയുടെ മുട്ട വാങ്ങാൻ പോവാൻ നോക്കട്ടെ. അപ്പോഴേക്ക് ഞാൻ വേഗം സാമ്പാർ ഉണ്ടാക്കാനുള്ള പരിപാടി നോക്കാം. എന്തേ പോയിക്കോ? ചെറിയ മഴയുള്ളൂ. ഞാൻ പോയിട്ട് പോരപ്പോ. എന്തേ അപ്പോൾ ഞാനേട്ടൻ എന്തായാലും കടയിലേക്ക് പോയപ്പോൾ വരുമ്പോഴേക്കും വേഗം ഉപ്പേരിയിലേക്ക് സാമ്പാറിലേക്കിലൊക്കെ വേഗം റെഡിയാക്കി വെക്കാൻ നോക്കാം. അപ്പോൾ ആദ്യം തന്നെ ഞാൻ തീയൊക്കെ കൂട്ടി ചോറൊക്കെ വെക്കാനുള്ള പരിപാടിയിലേക്ക് കേട്ടോ ആദ്യം കിടന്നത്. അപ്പോൾ പുറത്തടുപ്പിലാണ് ഈ ചോറൊക്കെ വെക്കാറ്. അപ്പോൾ വേഗം ഓലക്കൊടിയൊക്കെ എടുത്ത് തീയൊക്കെ കൂട്ടിയിട്ടോ. അങ്ങനെ ഞാൻ അരിയൊക്കെ കഴുകിയിട്ട് കൊടുന്നിട്ടു കേട്ടോ അടുപ്പത്ത്. അങ്ങനെ വേഗം ഞാൻ അരിയൊക്കെ ഇട്ടിട്ട് വേഗം സാമ്പാറിലേക്ക് ഉപ്പേരിയിലേക്ക് വേണ്ട കഷ്ണങ്ങളൊക്കെ ഫ്രിഡ്ജിൽ നിന്ന് എടുത്തിട്ട് അരിയാൻ തുടങ്ങിയിട്ടോ. കഷ്ണങ്ങളൊക്കെ അരിഞ്ഞിട്ട് വേഗം സാമ്പാർ വെക്കാം. ഉച്ചക്ക് നല്ല ഇഷ്ടമാട്ടോ സാമ്പാർ. എന്നിട്ട് വൈകിട്ട് ചോറുണ്ട്. ഓ നായ്ക്കള് മുട്ട ഉണക്കല ശരി ശരി. അങ്ങനെ കഷ്ണങ്ങളൊക്കെ അരിഞ്ഞ് കഴിഞ്ഞപ്പോൾ എല്ലാം വേഗം കുക്കറിലേക്ക് ഇട്ട് പുളിയൊക്കെ പിഴിഞ്ഞ് വെച്ചിട്ട് ഞാൻ കുക്കർ വേഗം ഗ്യാസിലേക്ക് വെച്ചു കേട്ടോ. അപ്പം എന്തായാലും സാമ്പാറൊക്കെ അടുപ്പത്ത് വെച്ചിട്ടുണ്ട്. ഇനി തേങ്ങ അരച്ച് വെക്കാനാണ് പറഞ്ഞത്. അപ്പം തേങ്ങയൊക്കെ റെഡിയാക്കി വെച്ചിട്ടുണ്ട്. അപ്പോൾ അത് ഇനി അരക്കാൻ വേണ്ടു. പിന്നെ ഉണക്കൽ കൊണ്ടുവന്നില്ലല്ലോ. അപ്പോൾ ഉണക്കൽ വറക്കാം. വെള്ളത്തിലിട്ട് വെച്ചിട്ടുണ്ട്. അപ്പോൾ അത് മസാല മാറ്റി വെക്കാം. അങ്ങനെ തേങ്ങ അരച്ച കറിയോട്ടോ വെക്കുന്നത്. അപ്പോൾ തേങ്ങയൊക്കെ വേഗം മിക്സിയിൽ അടിച്ചിട്ട് കറിയിലേക്ക് ഒഴിച്ചു കേട്ടോ. പിന്നെ കറിയൊക്കെ ഒന്ന് ടേസ്റ്റ് ചെയ്തപ്പോഴാണ് ഉപ്പ് കുറവുള്ള പോലെ തോന്നി. അപ്പോൾ വേഗം ഉപ്പൊക്കെ ഇട്ട് കൊടുത്തു. ഇനി കടുക് വറുത്തിടാന്ന് ചോദിച്ചു. അപ്പോൾ കടുകും മുളകൊക്കെ എടുത്ത് വെച്ചപ്പോഴാണ് കറിവേപ്പില ഇല്ലയെന്ന് കണ്ടത്. അപ്പോൾ വേഗം ഓടിപ്പോയിട്ട് വീടിൻ്റെ പിന്നിൽ തന്നെ കറിവേപ്പിലയുടെ ഒരു മരം ഉണ്ട് കേട്ടോ. അപ്പോൾ അത് വേഗം പൊട്ടിച്ചു കൊടുന്നു. കറിവേപ്പില പുറത്തൊന്നും വാങ്ങാറില്ല കേട്ടോ. കാരണം വീടിൻ്റെ പിന്നിലുണ്ട്. അപ്പോൾ അപ്പം ആവശ്യമുള്ള പൊട്ടിക്കുക ചെയ്യാൻ കേട്ടോ. അപ്പോൾ അത് ഞാൻ വറുത്തിടാം. അങ്ങനെ കടുക് വറുത്തിടാൻ വേണ്ടിയിട്ടുള്ളതൊക്കെ വെച്ചു. സാമ്പാറിലേക്കുള്ള കടുകൊക്കെ വറുത്തിട്ട് കഴിഞ്ഞു കേട്ടോ. അപ്പോൾ പിന്നെ കറിയുടെ പരിപാടികളൊക്കെ കഴിഞ്ഞു. ഇനി ഇത് വേറൊരു പാത്രത്തിലേക്ക് ഒഴിച്ച് വെക്കണം കേട്ടോ. അത് കഴിഞ്ഞിട്ട് ഞാൻ വേഗം ബീട്രൂട്ടിലേക്കുള്ള മസാലയും അതുപോലെ തന്നെ മീനിലേക്കുള്ള മുളകും പൊടിയും മഞ്ഞൾപ്പൊടിയും ഒക്കെ പുരട്ടി വെച്ചു കേട്ടോ. അപ്പോൾ അതിന് കുറച്ച് നേരം പുരട്ടി വെക്കാൻ വെച്ചു. അപ്പോൾ ആ നേരം കൊണ്ട് ഉപ്പേരി ഉണ്ടാക്കാൻ വിചാരിച്ചു. അപ്പോൾ ബീട്രൂട്ടാണ് കേട്ടോ ഞാൻ ഉപ്പേരി ഉണ്ടാക്കണത്. അപ്പോൾ അതിലേക്ക് വേണ്ട ഉള്ളിയൊക്കെ ചതച്ച് വെച്ചു. എണ്ണയൊക്കെ ഒഴിച്ചു കേട്ടോ. അങ്ങനെ എണ്ണയൊക്കെ ഒന്ന് ചൂടായി വന്നപ്പോൾ ഉള്ളിയും കറിവേപ്പിലയും ഒക്കെ ഇടാൻ വേണ്ടിയിട്ട് ഇട്ടു കേട്ടോ. അങ്ങനെ അതൊന്ന് മൂത്ത് വന്നപ്പോൾ അതിലേക്ക് കുറച്ച് മുളകും പൊടിയൊക്കെ ഇട്ടിട്ട് ഇളക്കി. അങ്ങനെ അതൊന്നും ആയപ്പോൾ ബീട്രൂട്ടൊക്കെ ഇട്ട് കുറച്ച് നേരം ഉണ്ട്. അപ്പോഴാണ് ഓർമ്മ വന്ന് ഫ്രിഡ്ജിൽ കുറച്ച് തേങ്ങ ചിരകിയിരിക്കുന്നത്. അതും കൂടി ഇടാൻ വെച്ച് അതും ഇട്ടിട്ട് ഒന്ന് ഇളക്കി വെച്ചു കേട്ടോ. അങ്ങനെ നമ്മുടെ ഉപ്പേരി ആയിട്ടാണ്. ഇനി നമുക്ക് വേഗം അതൊരു പാത്രത്തിലേക്ക് സെർവ് ചെയ്യാം. ഞാനോട്ടെ വിളിക്കണ്ടേട്ടാ. എന്താ ചോദിച്ചോ കേട്ടോ. എന്താണ് കേട്ടാ? നന്നാരിയാണോ? ഓക്കെ. അപ്പോൾ ഞാൻ കേട്ടോ നന്നാരി വെള്ളം വേണമെന്ന് പറഞ്ഞിട്ട് അപ്പോൾ ഒന്ന് കളിക്കൊണ്ട് കൊടുക്കാം. അപ്പോൾ ഞാൻ നന്നാരി കളിക്കേണ്ടിട്ട് അപ്പോൾ കൊണ്ടു കൊടുക്കാം കേട്ടോ മുകളിലേക്ക്. അപ്പോൾ ഇതാട്ടോ ഇവിടെ കേട്ടോ സാറിയുടെ വർക്ക് ആയിരിക്കും. അപ്പോൾ ഇതാ ചോറ് കഴിക്കാറായാ?
എന്നാ ഞാൻ മീൻ വറുത്ത് കഴിഞ്ഞിട്ട് വിളിക്കാട്ടാ. ഞാനാ വെള്ളം വേണോ? അപ്പോൾ നമുക്ക് വേഗം മീൻ വറുക്കാനുള്ള പരിപാടി നോക്കാം കേട്ടോ. അപ്പോൾ ഞാൻ ബീട്രൂട്ട് വറുക്കാനുള്ള കുറച്ച് ഇട്ടുകൊണ്ടിരിക്കും. അതന്നെ ബീട്രൂട്ട് വറുത്തെടുക്കല്. ഞാൻ അതിൻ്റെ സ്മെല്ല് ചിലപ്പോഴേ മീനിൻ്റെ സ്മെല്ല് ഇതിലേക്ക് പിടിക്കും. ഇതാവുമ്പോഴേക്കും ചോറ് എന്തായി പോയി നോക്കാട്ടോ. ആയിട്ടുണ്ട് തോന്നുന്നു. ചോറ് തിളച്ച് വരുന്നു. അങ്ങനെ മീൻ വറക്കാൻ വെച്ചിട്ടുണ്ട് കേട്ടോ. മീനിലിപ്പം ആയില്ലെങ്കിൽ വേറെ പണികളും. പിന്നെ ചോറൊന്ന് വറക്കണം. ചോറായി എടുക്കുന്നുണ്ട്. ഞാൻ പിന്നെ രണ്ട് വർക്ക് കഴിഞ്ഞ് വന്നിട്ട് ഊണ് കഴിക്കാനുള്ള പരിപാടിയിലാണ് കേട്ടോ. അപ്പോൾ എല്ലാം അടി കഴിഞ്ഞപ്പോൾ ഞാൻ വേഗം എല്ലാം ഒന്ന് ടേബിളുമ്മ കൊടുന്നൊക്കെ വെച്ച് ചിലപ്പോൾ ഞങ്ങൾ ടേബിളുമ്മ ഇരിക്കുള്ളൂ കേട്ടോ. ചിലപ്പോൾ ഞങ്ങൾ അങ്ങനെ TV കണ്ടിട്ടാണ് കഴിക്കാറ്. അപ്പോൾ എന്തായാലും എല്ലാം ഉണ്ടാക്കിയതൊക്കെ ഞങ്ങളിവിടെ കൊടുന്ന് വെച്ചു കേട്ടോ. അപ്പം ഇതൊക്കെയാണ് കേട്ടോ ഉച്ചയോറിൻ്റെ സ്പെഷ്യൽ എന്നൊന്നും പറയില്ല. സാമ്പാർ, ഉപ്പേരി, ഉണക്കി വറുത്തു. പിന്നെ ഉപ്പേരിയുടെ കുറച്ചെടുത്ത് വറക്കുകയും ചെയ്തു. മുട്ട പിടിച്ചില്ല കേട്ടോ. കാരണം മീൻ വറുത്തുള്ളതുകൊണ്ട് തന്നെ അത് വൈകുന്നേരം വറക്കാൻ വിചാരിച്ചു. അപ്പം എന്തായാലും രണ്ടാണ്ട് ഊണ് കഴിക്കാൻ വിളിച്ചു നോക്കാം. അപ്പോൾ ഞങ്ങൾ ഭക്ഷണം കഴിക്കാൻ നോക്കട്ടെ. അപ്പോൾ ഇന്നത്തെ ഈ വീഡിയോയുടെ വൈൻഡപ്പ് ചെയ്യാണ്. ഇനി നല്ലൊരു വീഡിയോ ആയിട്ട് ഞാൻ വീണ്ടും വരുന്നതാണ്. ബൈ.